ഹലോ ഗൈസ്, നമ്മളിന്ന് കൊച്ചി കാർണിവൽ വന്നേക്കാണ്. അപ്പോൾ കുറേ പാമ്പിനെ കണ്ടു. ഇതേ മൾട്ടി കളർ, അതുപോലെ തന്നെ ഇത് നല്ലൊരു ആക്റ്റീവായ പാമ്പായിരുന്നു. ഇതിന് പേരിക്കറിയില്ല. പിന്നെ ഇതൊരു പച്ചപ്പാമ്പ്, പിന്നെ ഇതൊരു കോബ്ര ടൈപ്പ്, ഇത് വേറൊരു പൈത്തണ്ട, ഇത് പിന്നെ ഇവിടെ ഒരു സാധനം, പിന്നെ ഇത് യോഗ ചെയ്യുന്ന ഒരു പാമ്പ്. ഇതെൻ്റെ അനീതി തലയിലൊരു ഇതിനെ വെച്ചിരുന്നു, കിളീനെ. പിന്നെ ഒരു ഇഗ്വാന. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സംസാരിക്കുന്ന തത്ത. ഇതിനെ ഞാൻ കുറേ തൊടാനൊക്കെ നോക്കി, പിന്നെ കടിക്കാൻ വന്നുകൊണ്ട് അതിനെ ഉപേക്ഷിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ടൈപ്പ് ആമയാണ്, എനിക്കിൻ്റെ പേരറിയില്ല. പിന്നെ ഇവിടെ വേറൊരു പാമ്പിൻ്റെ കണ്ണൊക്കെ നോക്കി. പിന്നെ ഇവിടെ വേറൊരു പാമ്പ്, ഇതിനെ നമുക്ക് കഴുത്തിലേക്ക് വയ്ക്കാൻ പറ്റും. അതിനെ എടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ എൻ്റെ കഴുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ധൈര്യത്തിലങ്ങ് നിന്ന്, പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇതാണ് നമ്മൾ കഴുത്തി വെച്ച്. അത് കഴിഞ്ഞിട്ട് രണ്ട് കരടികൾ, ഇതിൽ ഫുൾ വൈറ്റ് ഉള്ളവൻ കുറച്ച് പശക്കാണ്. പിന്നെ അവിടെ മത്സ്യകന്യകുണ്ട്. പിന്നെ നമ്മൾ വേറൊരു ലോകത്തോട്ട് പോകും, ഒരു ഇഗ്ലൂവിൻ്റെ ഉള്ളിൽ 3D വേറെ ലോകത്ത് പോലെയാണ്. കുഴപ്പമില്ല, കുറച്ച് ക്ലാരിറ്റി കുറവാണ്, പക്ഷേ ഇവിടെ ഉള്ളവരെല്ലാവരും അത് നന്നായി എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഹൊററൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് റോബോട്ടാണ്. ഇതിൻ്റെ മേമേൻ്റെ മോളാണ്. എന്നോട് കാണിക്കാത്ത സ്നേഹമാണ് റോബോട്ടാണ്. കണ്ടില്ലേ, കെട്ടിപ്പിടിയാണ് കള്ളി. ഇതൊന്നും എൻ്റെ സ്വഭാവം നേരിട്ട് കാണുമ്പോൾ. പിന്നെ അത് കൈയൊക്കെ അടിച്ച് അവർ പോയി. പിന്നെ ഇവിടെ കുറച്ച് ഫർണിച്ചർ AC ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ടെക്നോളജി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി നിൽക്കിയതാണ്. വർക്കായില്ല, നമുക്ക് എന്തെങ്കിലും ഒന്ന് സ്കൂട്ടാവാം. പിന്നെ ഇവിടെ കുറേ ബുക്കുണ്ട്. നാറൂട്ടോ, സൈലൻറ്റ് വോയിസ്, ജുജുത്സു കൈസൻ, വൺ പീസ്, ഡ്രാഗൺ ബോൾ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ട് ഞാൻ ഇപ്പോൾ പേടിക്കുന്നില്ല. പിന്നെ നമ്മുടെ മെയിനായിട്ട് പരിപാടി നടക്കുന്ന സ്ഥലത്ത് പോയി. ഇവിടുന്ന് അങ്ങോട്ട് നല്ല തമാശ ഉണ്ട്. എൻ്റെ അനിയത്തി ഞാനൊക്കെ വെറുതെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ജയൻറ്റ് വില്ലിൽ കയറിയിട്ട് 2-3 ആക്ടിവിറ്റി കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി.